വന്ദേ ഭാരതിലെ ഒരു ദിവസത്തെ യാത്ര മലയാളികൾക്ക് പുത്തൻ യാത്രാനുഭവം സമ്മാനിക്കുകയാണ്. ആനന്ദിപ്പിക്കുകയും അത്ഭുതപ്പെടുത്തുന്നതുമായ വന്ദേ ഭാരതിന്റെ വിശേഷങ്ങളിലേക്ക്. യാത്രകൾ ഇഷ്ടപ്പെടാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല. കാഴ്ചകൾ കാണുവാനും പുതിയ രുചികൾ അറിയുവാനും താല്പര്യമുള്ളവരാണ് നമ്മൾ, പ്രത്യേകിച്ച് മലയാളികൾ. പല ആവശ്യങ്ങൾക്കായും അല്ലാതെയും യാത്ര ചെയ്യാറുള്ളവർ. എന്നാൽ ഇപ്പോൾ വന്ദേ ഭാരതിൽ യാത്ര ചെയ്യണമെന്നാണ് മലയാളികളുടെ ആഗ്രഹം. അത്തരത്തിലൊരു അവസരം കിട്ടിയാൽ പാഴാക്കരുതെന്നാണ് പറഞ്ഞു വരുന്നത്. അത്രയ്ക്ക് അടിപൊളിയാണ് വന്ദേ ഭാരത് എന്ന പുതുപുത്തൻ തീവണ്ടി. പൊളിയാണിതിലെ യാത്ര, പറയാതിരിക്കാൻ കഴിയില്ല. കൂകൂ കൂകൂ തീവണ്ടി, കൂകിപ്പായും തീവണ്ടി എന്ന് പാടിയ നമ്മൾ വന്ദേ ഭാരത് ഒരു തീവണ്ടിയാണോ എന്ന് സംശയിച്ചു പോകും. വിമാനയാത്രകൾ നൽകുന്ന അനുഭവമാണ് ഈ ട്രെയിൻ സമ്മാനിക്കുന്നതെന്ന കാര്യത്തിൽ തർക്കമില്ല. വേഗതയാണ് ട്രെയിനിന്റെ ഹൈലൈറ്റ്. കേരളത്തിന്റെ തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെ 8 മണിക്കൂർ 5 മിനിറ്റ് കൊണ്ട് എത്തിച്ചേരാമെന്നതാണ് പ്രധാന പ്രത്യേകത. ഈ യാത്രയാകട്ടെ അടിപൊളിയും മികച്ച നിലവാരത്തിലുള്ള ഇരിപ്പിടങ്ങളാണ് യാത്രക്കാർക്കായി ഒരുക്കിയിരിക്കുന്നത്. നീലയും വെള്ളയും കോമ്പിനേഷനാണ് സീറ്റുകൾക്ക് നൽകിയിരിക്കുന്ന നിറം. മാത്രമല്ല ഇവയോടൊപ്പം ഭക്ഷണം കഴിക്കുവാനുള്ള ചെറിയ സ്റ്റാൻഡുകളുമുണ്ട്. ഗുണനിലവാരമുള്ള കുഷനുകളാണിവ. മൊബൈൽ ചാർജിങ്ങിനും സൗകര്യമൊരുക്കിയിട്ടുണ്ട്. ഒരു വശത്ത് 3 പേർക്കും മറുവശത്ത് 2 പേർക്കും ഇരിക്കാവുന്ന തരത്തിലാണ് സീറ്റുകളുടെ ക്രമീകരണം. എക്സിക്യൂട്ടീവ് കമ്പാർട്ട്മെന്റിൽ ചുവപ്പ് നിറത്തിലുള്ള ഇരിപ്പിടങ്ങളാണുള്ളത്. മാത്രമല്ല 360 ആംഗിളിൽ കറങ്ങാവുന്ന സീറ്റുകളാണ് വന്ദേ ഭാരതിന്റെ ആകർഷണം. ട്രെയിനിന്റെ ഉൾവശം പ്രകാശഭരിതമായതിനാൽ തന്നെ ഒരുപക്ഷെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായാൽ പോലും പേടി തോന്നില്ലെന്ന് സാരം. ലൈറ്റുകളെല്ലാം തന്നെ ടച്ചിങ് സംവിധാനത്തിലാണ് പ്രവർത്തിക്കുന്നത്. ലഗേജുകൾ സൂക്ഷിക്കാനായി വലുപ്പമേറിയ സ്റ്റാൻഡുകൾ നൽകിയിരിക്കുന്നു. മാത്രമല്ല ട്രെയിനിന്റെ വേഗത, യാത്രക്കാർക്കായുള്ള നിർദ്ദേശം എന്നിവ ശബ്ദ സന്ദേശമായും ദൃശ്യ സന്ദേശമായും ഓരോ കമ്പാർട്ട്മെന്റുകളിലും കോച്ചുകളിലും സ്ക്രീനുകളിലായി പ്രദർശിപ്പിക്കുന്നു. വിശാലമായ ജനാലകൾ മനോഹരമായ കാഴ്ചകളാണ് സമ്മാനിക്കുന്നത്. സുരക്ഷയുടെ കാര്യത്തിലും വന്ദേ ഭാരത് മുന്നിലാണ്. നിരവധി നിരീക്ഷണ ക്യാമറകളാണ് ട്രെയിനിനുള്ളിൽ സ്ഥാപിച്ചിരിക്കുന്നത്. കോച്ചുകൾ വേർതിരിക്കുന്നതിനായി വാതിലുകൾ നൽകിയിരിക്കുന്നു. ഈ വാതിലുകളെല്ലാം തന്നെ സെൻസറിങ്ങിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത്. പുറത്തേക്കുള്ള വാതിലുകൾ തുറക്കുന്നതിന് മുമ്പായി അനൗൺസ്മെന്റ് നൽകുന്നു. ശുചിമുറിയുടെ കാര്യത്തിലും വന്ദേ ഭാരത് മുൻപന്തിയിലാണ്.
യാത്രയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടാൽ വന്ദേ ഭാരതിൽ ചങ്ങലയ്ക്ക് പകരം ഓർഡറിംഗ് സ്വിച്ച് നൽകിയിരിക്കുന്നു. ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഉൾപ്പെടെയുള്ളവയും ഇതിൽ സജ്ജമാണ്. വന്ദേ ഭാരതിന്റെ ഉദ്ഘാടന ദിവസം തന്നെ കന്നി യാത്രയ്ക്ക് അവസരം ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് പ്രമുഖരടക്കമുള്ള നിരവധി പേർ. വളരെ സന്തോഷം തോന്നുന്നു. ഇതിൻ്റെ ഒരു ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായിട്ട് തിരുവനന്തപുരത്തിന് കൊല്ലത്തോട്ടൊരു യാത്ര ചെയ്യാമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഞാനതിൻ്റെ അത് സന്തോഷപൂർവ്വം ഏറ്റെടുക്കുകയായിരുന്നു. കാരണം നാടിൻ്റെ വികസന കാര്യങ്ങളാണല്ലോ, അതിനൊക്കെ കുറച്ചുകൂടി രാഷ്ട്രീയത്തിനൊക്കെ അതീതമായിട്ടൊന്നുകൊണ്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാം എന്ന ഒരു മനോഭാവത്തിൽ തന്നെ ഇവിടെ ആളുകൾ വികസനം, നാടിൻ്റെ പുരോഗതി എന്നതിലൊന്നും നമ്മൾ പ്രത്യേകിച്ച് യാഥാർത്ഥ്യത്തിലുള്ള വിഭാഗത്തിൽ കാണാൻ പാടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. ഏതായാലും വളരെ സന്തോഷം. ഇങ്ങനെ ഫലപ്രദമായിട്ട് സൗകര്യപ്രദമായി അതോടൊപ്പം തന്നെ ലക്ഷ്യസ്ഥാനത്തേക്ക് അതിവേഗത്തിൽ എത്തിപ്പെടാൻ സാധിക്കുന്ന രീതിയിൽ, വേഗത്തിൽ എന്നുള്ളതിനെ സംബന്ധിച്ച് പറയാൻ കഴിയും. ഇനി നമ്മൾ അതിവേഗത്തിൽ എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ കൂടുതൽ ആലോചിക്കണം. വേഗത്തിൽ എത്തിപ്പെടാൻ സാധിക്കുന്ന രീതിയിലുള്ള ട്രെയിന് നമുക്ക് ലഭ്യമായിരിക്കുന്നു. ഇതിന് കുറച്ചുകൂടി പ്രദേശങ്ങളിൽ കൂടി സ്റ്റോപ്പുകൾ അനുവദിച്ചുകൊണ്ട്, എല്ലാ സ്റ്റോപ്പുകളും ഏറെ നേരം നിർത്തണമെന്നില്ല, കുറച്ച് നേരമെങ്കിലും നിർത്താൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ട്രെയിൻ സംവിധാനം, ഇതുപോലെയുള്ള ട്രെയിൻ സംവിധാനം, ഈ ട്രെയിൻ സംവിധാനം തന്നെ ആ രീതിയിൽ സ്റ്റോപ്പുകൾ കുറച്ചുകൂടി ആളുകൾ പറയുന്നത് പോലെ. മലപ്പുറം ജില്ലയിലെ അത് നോക്കുമ്പോൾ എൻ്റെ വീട് അവിടെയാണ്. അപ്പോൾ ഒരു സ്റ്റോപ്പ്, തിരൂര് സ്റ്റോപ്പ് വേണമെന്നുള്ള പല ആളുകളും ഒരു ഡിമാൻഡ് വെക്കുന്നുണ്ട്. അതൊരു നല്ല ഒരു ഡിമാൻഡായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതുപോലെയുള്ള ഒരു ഡിമാൻഡുകളൊക്കെ പരിഗണിച്ചുകൊണ്ട് തന്നെ നമുക്ക് ആളുകൾ കൂടുതൽ എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിൽ ഒരു നല്ല ഒരു വേഗത്തിൽ എത്തിപ്പെടാൻ സാധിക്കുന്ന ഒരു ട്രെയിനാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇതുപോലെയുള്ള ട്രെയിനുകൾ ഇനി അതിവേഗത്തിൽ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന ട്രെയിനുകളും അതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം. ഇങ്ങനെയുള്ള ട്രെയിനുകൾ നമുക്ക് കൂടുതൽ ഉണ്ടാവട്ടെ. അതിനെ സംബന്ധിച്ച് നമ്മുടെ കേന്ദ്ര സർക്കാരും നമ്മുടെ സംസ്ഥാന സർക്കാരും നമ്മുടെ റെയിൽവേയും ഒക്കെ കൂടുതൽ ഗൗരവത്തിൽ ആലോചിക്കട്ടെ എന്നാണ് പറയുന്നത്. റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ടുണ്ട്, സ്ഥിരമായി യാത്ര ചെയ്യുന്ന ആളാണ്. പക്ഷേ ഇതൊരു വലിയ എക്സൈറ്റ്മെൻ്റ് ആയിപ്പോയി. ചരിത്രത്തിൻ്റെ ഭാഗമാകുന്ന കേരളത്തിലെ ഹൃദയത്തിലൂടെയുള്ളൊരു യാത്ര, അതിൽ പങ്കെടുക്കുവാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. വികസന കുതിപ്പുകൾക്ക് കൂടുതൽ നിറം പകരുന്ന ഈ ഒരു സംവിധാനം കൂടുതൽ വ്യാപകമാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. കൂടുതൽ സ്റ്റോപ്പുകൾ അനുവദിക്കട്ടെ, കൂടുതൽ ആളുകൾക്ക് അത് പ്രയോജനം ചെയ്യട്ടെ എന്ന് പ്രധാനമായിട്ടും ചരിത്ര മുഹൂർത്തത്തിൽ ഭാഗമാകാൻ സാധിച്ചത് വളരെ സന്തോഷം, അഭിമാനം. ആൻഡ് getting to experience it. അതെ, ആദ്യമായി അവരോട് പറയാനുള്ളത് ഏറെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോകുന്ന ഒരു യാത്രാ സംവിധാനമാണ്. സമയം കൊണ്ടും കംഫേർട്ട് കൊണ്ടും അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് കൊണ്ടും എല്ലാ പാസഞ്ചേഴ്സിനോടുമുള്ള ഫസ്റ്റ് റിക്വസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഫെസിലിറ്റീസ് നമുക്ക് ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യില്ല, നല്ല രീതിയിൽ പരിപാലിക്കാമെന്നൊരു റെസ്പോൺസിബിലിറ്റി നമുക്ക് വേണം. അപ്പോൾ നമ്മൾ കുറേ ട്രെയിൻസൊക്കെ കണ്ടിട്ടില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഫ്റ്റർ ദ ലോഞ്ച് അത് എത്രത്തോളം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യപ്പെടുമെന്നുള്ളത് പൗരന്മാരുടെ ഉത്തരവാദിത്തം അനുസരിച്ച് വി ഹാവ് ടു ബി റെസ്പോൺസിബിൾ മെയിൻറ്റെയിനിങ് ദ ട്രെയിൻ വെരി ഗുഡ്. അപ്പം അത് ആദ്യം ശ്രദ്ധിക്കുക. പിന്നെ ഇനിയും ഇതുപോലെ ഒരുപാട് ട്രെയിനുകളും മറ്റ് ഫെസിലിറ്റീസും നമുക്ക് വരണമെന്ന് പ്രാർത്ഥിക്കാം. As good as any international travel, business class experience തന്നെയാണത്. അത് എക്സാജറേഷനേ അല്ല. ബിസിനസ് ക്ലാസ്സിനേക്കാളും ബെറ്റർ സീറ്റിംഗ് കംഫർട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഫ്ലൈറ്റിലൊക്കെ. ഒരുപാട് ഇതിനേക്കാളും നമുക്ക് ലെഗ് റൂം വൈസ് ആയാലും ഇതിൻ്റെ പോസ്ചർ വൈസ് ആയാലും. മാത്രമല്ല ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ 4 പേരുടെ ഗ്രൂപ്പായിട്ടാണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ ദിസ് ക്യാൻ യൂസ് ഫോർ പ്രോപ്പർ ഒരു ഫ്രണ്ട്ഷിപ്പ് ജേണി അല്ലെങ്കിൽ ഇങ്ങനെ ബിസിനസ് ജേണി ആയിട്ട് എന്നൊക്കെ പറയാം. 4 പേർക്ക് സുഖമായി സീറ്റ് തിരിച്ചിട്ട് അവരുടെ ബിസിനസ് ഡിസ്കഷൻസ് ചെയ്ത് പോകാവുന്ന ഒരു ഫെസിലിറ്റിയും കൂടി വന്ദേ ഭാരത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മൈ പ്രൗഡ്.
ട്രെയിനിൽ എന്ന ആശയം പശ്ചാത്തലമായി വരുന്നത് സ്വാഭാവികമായി മലയാളിക്ക് ആദ്യം ഓർമ്മ വരുന്നത് എന്ന പാട്ട് തന്നെയായിരിക്കും സ്വാഭാവികമായിട്ടും മമ്മൂട്ടി മോഹൻലാൽ അഭിനയിച്ച ഗാനത്തൊക്കെ. ആൻഡ് അതിൻ്റെ അതർ വേർഷൻസ് ഓഫ് ട്രെയിൻ ജേർണി നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ കൃഷ്ണൻകുടിയിലൊക്കെ പറഞ്ഞ കാലത്ത് അല്ലെങ്കിൽ ഇന്ത്യൻ ജിൽസയിൽ ചെയ്യാന്ന് പറഞ്ഞ പാട്ടുണ്ട്. തമിഴിൽ അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. വിദ്യാജിയുടെ അജിത് അഭിനയിക്കുന്നത് താലാട്ടും കാറ്റേവാ തലൈക്കോതും ആ പാട്ട് എല്ലാവിധ ആശംസകളും. ഒരുപാട് കാണുന്നത് പ്രധാനമന്ത്രി വരുന്നതിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ വന്ദേ ഭാരതിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ഒരുക്കങ്ങൾ നമുക്കിപ്പോൾ ഉള്ളിൽ നിന്ന് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരുപാട് വിധത്തിലുള്ള ക്രമീകരണങ്ങളും സേഫ്റ്റി ഫീച്ചേഴ്സ് മാത്രമല്ല ടൈം നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് എത്തണമെന്നുണ്ടെങ്കിൽ വളരെ നേരത്തെ വീട്ടിൽ ഇറങ്ങേണ്ട സിറ്റുവേഷൻ. അപ്പോൾ ആ ഒരു ടൈം വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ പെട്ടെന്ന് എത്തുന്നുണ്ട്. അത് തന്നെയാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ കൊച്ചിയിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ പെട്ടെന്ന് ടിക്കറ്റിൻ്റെ നിരക്ക് എത്രയാണെന്നുള്ളത് യാത്ര നിരക്ക് 4000 രൂപ 5000 രൂപ വരും. വളരെ കുറവാണ് ശരിക്കും. ഫ്ലൈറ്റിൽ ഇവിടുത്തെ കൊച്ചി വരെ ട്രാവൽ ചെയ്യുന്ന ഫ്ലൈറ്റിനേക്കാളും വലിയ ക്ലാസ് ഫീലുമാണ് നമുക്ക് ഇത് കിട്ടുന്നത്. ദുബായിൽ ട്രാവൽ ചെയ്യുമ്പോൾ വലിയ രീതിയിൽ ബിസിനസ് ക്ലാസ്സിൽ ട്രാവൽ ചെയ്യുന്ന ഫീൽ ഇപ്പം നമുക്ക് അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു വലിയൊരു പൊട്ടുപോലെ തന്നെ പറയാം. പിന്നെ ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ്. അതിന് നരേന്ദ്രമോദിജിക്ക് എത്ര നന്ദി പറയാനേ മതിയാകും. അത്രയും ഒരു ഗംഭീര ഇനിഷ്യേറ്റീവാണ് വന്ദേ ഭാരത്. തുടർന്ന് ഈ യാത്രയിൽ എല്ലാവർക്കും ഈ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ടാകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ എക്സൈറ്റ്മെൻറ്റ് അവർക്ക് ഓരോരുത്തർക്കും ഉണ്ടാവട്ടെ എന്നാണ് ആശംസിക്കുന്നത്. നേരത്തെ നല്ല ഹൈലൈറ്റ് എന്ന് പറയുന്നത് ടൈം തന്നെയാണ്. നമ്മൾ വളരെ കുറഞ്ഞ സമയങ്ങളിൽ വളരെ എന്താ പറയുക നമ്മൾ ഉദ്ദേശിച്ച സ്ഥലങ്ങളിൽ എത്തുന്നു എന്നുള്ളത്. കേരളം മൊത്തം ട്രാവൽ ചെയ്യാൻ പറ്റുന്നുള്ളത്. ഞാൻ ഡെയിലി ട്രിവാൻഡ്രം ടു തൃശ്ശൂർ ഡെയിലി പോണ ഒരു യാത്ര. ഞാൻ ട്രിവാൻഡ്രത്താണ് ജോലി ചെയ്യുന്നത്. നമ്മളെപ്പോഴും പ്രിഫറൻസ് കൊടുക്കുന്ന ട്രെയിൻ ഒന്നെങ്കിൽ ഡെയിലി പോണ ആൾക്കാർ രാവിലെ പോകാൻ വേണ്ടിയിട്ട് പരശുറാം അല്ലെങ്കിൽ വയനാട് എക്സ്പ്രസ് ആണ്. ഇവിടുന്ന് പുറപ്പെടുന്ന സമയം 5:15 പക്ഷേ നമുക്ക് തൃശ്ശൂർ എത്തുന്ന അറൗണ്ട് 11:30 അപ്പോൾ ഏകദേശം 6-6.25 മണിക്കൂറാണ് ഒരു ട്രെയിൻ എടുക്കുന്നത്. വന്ദേ ഭാരത് വന്നതിന് ശേഷം നമുക്കിപ്പോൾ രാവിലത്തെ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്കിപ്പം വീട്ടിൽ തന്നെ പോയിട്ട് ഇപ്പോൾ ബാങ്കിലത്തെ കാര്യങ്ങളെല്ലാം ചെയ്യണമെങ്കിൽ ബാങ്കിന് ടൈമിനൊക്കെ മുമ്പ് അറൗണ്ട് 9:40 തന്നെ ട്രെയിൻ തൃശ്ശൂർ എത്തും. അപ്പോൾ ഇപ്പോൾ പ്രത്യേകിച്ച് ട്രിവാൻഡ്രം നമുക്ക് IT വളരെ ഡെവലപ്പ് ചെയ്ത് നിൽക്കുന്നുണ്ട്. കഴക്കൂട്ടത്താണ് എല്ലാം IT പാർക്കുകളെല്ലാം പ്രത്യേകിച്ച്. അപ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ട്രെയിനാണ്. പിന്നെ തിരിച്ചു വരുന്നത് പ്രത്യേകിച്ച് ലേഡീസൊക്കെ ആയാലും നൈറ്റിൽ ട്രാവൽ ചെയ്യുന്ന ആൾക്കാർക്ക് കുറച്ചുകൂടി സേഫാണ്. കാരണം നൈറ്റ് ആകുമ്പോഴേക്കും മിഡ് ആകുമ്പോഴേക്കും നമുക്ക് ഏകദേശം ഇവിടെ എത്തും. അറൗണ്ട് 10:30 ആകുമ്പോഴേക്കും നമുക്ക് ട്രിവാൻഡ്രത്ത് എത്തിച്ചേരും. പിന്നെ നമുക്ക് നൈറ്റിൽ ഉറക്കം പോകുന്നില്ല. കാരണം അവിടുന്ന് തൃശ്ശൂരിൽ നിന്ന് ഈവനിങ് 6 o'clock പോരുന്നു. ഇവിടെ അറൗണ്ട് 10:30 ആകുമ്പോഴേക്കും എത്തും. അപ്പോൾ അതുകൊണ്ട് ഡെയിലി പോകുന്ന ആൾക്കാർക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ട്രെയിനാണ് വന്ദേ ഭാരത് എക്സ്പ്രസ്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. എനിക്കിത് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. സ്കൂളുകാരും നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് ആണെന്ന് പ്രതീക്ഷിക്കുന്നത്. സന്തോഷത്തിലാണോ? എവിടെ ഇറങ്ങുന്നത്? ഇവിടുന്ന് പൂർണ്ണമായിട്ട് യാത്ര നടത്തുന്നുണ്ട്? അതോ ട്രെയിൻ കാണുന്നതിൻ്റെ ഒരു സന്തോഷത്തിലാണോ? ട്രെയിൻ കാണുന്ന സന്തോഷത്തിലാണ്. പ്രധാനമന്ത്രിയെ മുന്നേ കണ്ടിട്ടുണ്ടോ നേരിട്ട്? ആദ്യമായിട്ടാണ്. ട്രെയിൻ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ? ആഘോഷം കണ്ടിട്ട് ഫ്രണ്ട്സൊക്കെ ഒരുപാട് പേരുണ്ട്. ഫ്രണ്ട്സ് എല്ലാവരും ദേശീയ പതാകയൊക്കെ എഴുതിയാണല്ലോ. സന്തോഷമുണ്ട്. നല്ല എക്സൈറ്റ്മെൻറ്റിലാണ്. വളരെ സന്തോഷം. മോദിജീനെയൊക്കെ ഇത്ര അടുത്ത് കാണാൻ പറ്റിയതിനും വളരെ സന്തോഷമുണ്ട്. കയറി. നല്ല രസമായിരുന്നു. കൊള്ളാം. അടിപൊളി വൈബാണ്. നിങ്ങൾ ഏത് സ്കൂളാണ്? ശ്രീചിത്ര ഹോമാണ്. ആദ്യത്തെ യാത്ര ഏറെ ഇഷ്ടപ്പെട്ടു. അപ്പം ഇനിയുള്ള യാത്ര വന്ദേ ഭാരതിലായിരിക്കും. കിട്ടിയാൽ ആയിരിക്കും ഉറപ്പ്. വരാൻ കഴിയാത്ത കൂട്ടുകാരുണ്ടല്ലോ, അവരോട് എന്താ പറയുക? അവരോടും യാത്ര കിട്ടുവാണെങ്കിൽ പോകണം. ട്രെയിനിൻ്റെ അകഭാഗമൊക്കെ കണ്ടല്ലോ, അപ്പോൾ എന്താ തോന്നിയത്? അതിൽ അട്രാക്റ്റീവായിട്ട് എന്താ തോന്നുന്നത്? അട്രാക്റ്റീവ് ഗ്ലാസ് നല്ല ഇതായിരുന്നു. സീറ്റൊക്കെ കൊള്ളാം, അടിപൊളി. ഒരു പ്ലെയിനിൻ്റെയൊക്കെ ഒരു എയർപ്ലെയിൻ അതിൻ്റെയൊക്കെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. ആദ്യത്തെ യാത്രയിൽ സെയിം. എങ്കിലും
കളർ ഇഷ്ടപ്പെട്ടോ? സീറ്റിന്റെ കളർ ബ്ലൂ ആണ്. ഇഷ്ടപ്പെട്ടു. പ്രധാനമന്ത്രി ആദ്യമായിട്ടാണോ നേരിട്ട്? ഞാൻ കണ്ടില്ല നേരിട്ട്, കണ്ടു. അകത്ത് യാത്ര ചെയ്തോ? ട്രെയിൻ യാത്ര ചെയ്തു. എന്താ തോന്നി? ഇതിനു മുമ്പ് ട്രെയിനിൽ യാത്ര ചെയ്തിട്ടില്ലേ? ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏത് യാത്രയാണ് കൂടുതൽ ഇനിയിപ്പോൾ ഓർമ്മിക്കുന്നത്? വന്ദേ ഭാരത്. കൂട്ടുകാരോടായാലും പറയാലോ, ഇനി ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ പറയും, ഉറപ്പ്. കയറാൻ ഏറെ ആഗ്രഹിച്ചിരുന്നതാണോ? ഇപ്പോൾ നമുക്ക് സാധാരണ യാത്രകളിൽ നിന്ന് വേഗത്തിൽ നമുക്ക് ഉദ്ദേശിക്കുന്ന സ്ഥലത്ത്, അതായത് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ സാധിക്കും എന്നുള്ളതാണ് വന്ദേ ഭാരതിൻ്റെ പ്രത്യേകത. അപ്പം അതിലുപരി യാത്രാ സൗകര്യം, അതായത് സാധാരണ നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ശാരീരികപരമായിട്ട് ബുദ്ധിമുട്ടുകളൊന്നും തോന്നാറില്ല. പക്ഷേ അതിൽ നിന്നും മികച്ച രീതിയിൽ ആധുനിക തരത്തിലുള്ള സൗകര്യങ്ങൾ ഉപയോഗപ്രദമാക്കുന്ന, അതായത് സാധാരണക്കാരനും അത് ഉപയോഗിക്കാൻ തരുന്ന രീതിക്കാണ് ഈ ട്രെയിനിൻ്റെ സജ്ജീകരണങ്ങളൊക്കെ എല്ലാം. പക്ഷെ വളരെ പെട്ടെന്നാണ് നമുക്ക് ഈ ഒരു ട്രെയിൻ കിട്ടിയതും. വളരെ പെട്ടെന്നാണ് ഈ ഒരു ട്രെയിൻ നമുക്ക് കിട്ടിയത്. ഒപ്പം തന്നെ ഈ യാത്രയ്ക്കുള്ള അവസരം കിട്ടിയത്. അപ്പോൾ പെട്ടെന്നായിരുന്നല്ലോ. അപ്പോൾ ഗൂഗിൾ ചെയ്ത് നോക്കിയിരുന്നു അങ്ങനെ എന്തെങ്കിലും? ഇപ്പോൾ നിങ്ങളുടെ യുവതലമുറയെ നമുക്ക് സബ്ജക്റ്റ് തരുമ്പോൾ നമ്മൾ ആ ട്രെയിനിനെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. കൊള്ളാൻ തോന്നി. ഗൂഗിൾ ചെയ്തപ്പോൾ കണ്ട ഡീറ്റെയിൽസ് അതുപോലെ തന്നെ സെയിം ആണോ? യാത്ര സെയിം ആണ്. എന്ത് തോന്നി? എനിക്കതിന് അത്രയ്ക്കൊന്നും പറയാനൊന്നുമില്ല. കൊള്ളായിരുന്നു. സൂപ്പറായിരുന്നു. വിചാരിച്ചില്ല ഇത്ര പൊളിയായിരിക്കുമെന്ന്. സാധാ ട്രെയിനിനെയും കാട്ടി അടിപൊളിയായിരിക്കും. അപ്പോൾ ഇനി ഏത് ട്രെയിൻ യാത്രയായിരിക്കും ഒരു അവസരം കിട്ടിയ പ്രിഫർ ചെയ്യുന്നത്? അവസരം കിട്ടിയാൽ പിന്നെ അതിൽ തന്നെ ആയിരിക്കും. കിട്ടിയില്ലെങ്കിൽ നമ്മൾ സാധാ ട്രെയിനിൽ പോകും. മാഡത്തിന് എന്ത് തോന്നി ഒരു യാത്ര? വളരെ സന്തോഷം എൻ്റെ കുഞ്ഞുങ്ങളെ പങ്കെടുപ്പിക്കാൻ കഴിഞ്ഞതിൽ. ഞങ്ങൾ ശ്രീചിത്ര ഹോമിലെ ആൾക്കാരാണ്. അപ്പോൾ ഇവർക്ക് ഇനി അടുത്ത ഇവരുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ വാട്ടർ മെട്രോയിൽ കയറണമെന്നാണ്. അപ്പോൾ അതവരെല്ലാവരും പറയുന്നുണ്ട്. അതിന് കൊണ്ടുപോകണമെന്ന് വിചാരിക്കുന്നു എറണാകുളത്തേക്ക്. ഈ മോന് നല്ലോണം പടം വരയ്ക്കും. ഇവരെല്ലാവരും നല്ല ടാലൻറ്റഡായ മക്കളാണ്. അപ്പോൾ ഇവർക്കെല്ലാവർക്കും വളരെ ഹാപ്പിയായി. ഇനി ഇവരുടെ ഫ്രണ്ട്സിന് കയറാൻ പറ്റാത്തതിൽ ഇവർക്ക് വിഷമമുണ്ട്. ബാക്കിയുള്ളവർ റെയിൽവേ സ്റ്റേഷനിൽ വന്നായിരുന്നു. അപ്പോൾ ഇനി അവരെ കൊണ്ടൊരു യാത്ര പോകണമെന്ന് ആഗ്രഹമുണ്ട്. മാമിന് എന്താണ് പേഴ്സണലി തോന്നിയത്? എനിക്ക് വളരെ സന്തോഷം തോന്നി. കുട്ടികൾക്ക് കൂടി ഇങ്ങനെ ഒരു അവസരം കൊടുത്തതിൽ ഫസ്റ്റ് ട്രിപ്പിൽ തന്നെ വളരെ ഹാപ്പിയാണ്. കുഞ്ഞുങ്ങൾ അവരിങ്ങനെ വെക്കേഷൻ സമയത്ത് അവിടെ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ അവർക്ക് ഇങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഒക്കെ വളരെ സന്തോഷമാണ്. അതുമല്ല പ്രധാനമന്ത്രിജിയോട് സംസാരിക്കാനും ഇൻട്രാക്ട് ചെയ്യാനൊക്കെ കഴിഞ്ഞതിൽ ഇവർ വളരെ ഹാപ്പിയാണ്. മോള് പറയുക അവൾക്കൊരു സ്വപ്നം പോലെ തോന്നുന്നു. ഇവരോട് നേരിട്ട് സംസാരിച്ചു. ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റില്ല പ്രധാനമന്ത്രിയെ കണ്ടോ എന്ന്. ഭയങ്കര എക്സൈറ്റഡ് ആണ്. ജീവിതത്തിൽ പോലും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കാണാൻ പറ്റുമെന്ന്. അദ്ദേഹത്തിനോട് സംസാരിക്കാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമാണ്. ട്രെയിൻ യാത്ര ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പം ആയിരുന്നു രക്ഷയില്ല, കിടിലം വൈബായിരുന്നു. നിങ്ങൾ സിനിമയും അതൊക്കെ കാണുന്നവരാണ്. അപ്പോൾ ട്രെയിനെ കുറിച്ചൊരു പാട്ട് പാടാമെങ്കിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടെങ്കിൽ ഏതെങ്കിലും ഒരു പാട്ടായാലും മതി. ഇപ്പോൾ ഒരു സന്തോഷത്തിലാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പാട്ട്. ചൂളമടിച്ചു കറങ്ങി നടക്കും ചോല. ലിറിക്സ് തെറ്റിപ്പോവും, അതാണ് പ്രശ്നം. ചേച്ചി പാട്ടെന്ന് പറഞ്ഞൂടെ? ഒരു നാടൻ പാട്ട് പാടിക്കൊടിച്ചി ഈ ചേച്ചി പാടും. നമ്മളവിടെ പാടിയില്ല. അത് പാടി വരിക പാടാൻ പാടിക്കും. വരിക പാടും. വരിക 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 വാ വരിക ദൈവമേ ദീപോ തെളിയോ ദേവാ തെയ്യോ തക തെയ്യത്ത. വരിക 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 വാ വരിക ദൈവമേ ദീപോ തെളിയോ ദേവാ തെയ്യോ തക തെയ്യത്ത. കിഴക്കുദിക്കണ സൂര്യ ഭഗവാനെ ഞാനിത കൈ തോഴുന്നേ തെയ്യോം തക തെയ്യത്ത. മറ്റൊരു കൂട്ടർക്ക് ഈ യാത്ര സമ്മാനിച്ചത് ആവേശവും ആനന്ദവുമാണ്. യാത്രകൾ ഒരിക്കലും അവസാനിക്കാത്ത നമുക്ക് നിറപ്പകിട്ടാർന്ന യാത്രകൾ സമ്മാനിക്കുവാൻ വന്ദേ ഭാരതിന് സാധിക്കട്ടെ.